ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അൻസിബയുടെ അതോടെ തന്നെ ടിനി ടോമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഉണ്ടെങ്കിൽ ഇപ്പം മാത്രമല്ല നേരത്തെ ഇതേപോലത്തെ ഉള്ളൊരു സംഭവമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇത് അൻസിബ ഉണ്ടെങ്കിൽ വന്ന് കംപ്ലയിൻ്റ് ആക്കി അമ്മ സംഘടനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്ക് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ തന്നെ സംസാരിച്ച് തീർക്കണമെന്നുള്ളൊരു രീതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിപ്പോൾ ഇത്രയും രീതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും അൻസിബയെ കുറിച്ച് ഭയങ്കര മോശമുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കണക്ക് ടിനി ടോം വേറെ ഒരുപാട് പേരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും അങ്ങനത്തുള്ള ഒരു തെളിവോ കാര്യങ്ങളോ ഇതുവരെ ടിനി ടോം വെളിയിൽ വിട്ടിട്ട് പോകുന്നില്ല. പക്ഷേ സാധാ രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത് കണക്ക് വന്ന് ബാക്കിയുള്ളവരെ പറ്റി ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തെന്നുള്ള രീതി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അൻസിബയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ടിനി ടോമിന് ഇപ്പോൾ നല്ലൊരു പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ടിനി ടോമിൻ്റെ മോനൊക്കെ വെളിയിൽ പോയപ്പോഴത്തേക്ക് പ്രശ്നമായുള്ളൊരു വീഡിയോ ഇപ്പം വൈറലായിട്ട് പോകുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഇങ്ങനെ ഈ ടിനി ടോം പറഞ്ഞത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടി എടുക്കണം. അവനുണ്ടെങ്കിൽ ഇനി ഇതിനകത്തുള്ള കാര്യങ്ങൾ വേറെ ആരെ പറ്റിയും പറയാൻ പാടില്ല. അതല്ല ഇത് സത്യമാണെങ്കിൽ അതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തി അതിന് ആ അൻസിബയ്ക്കെതിരെ ശിക്ഷ ചെയ്യേണ്ടതാണ്. അതല്ല